നമസ്കാരം. കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. കണ്ടിട്ട് ഒത്തിരി കമൻസ് ഒക്കെ കണ്ടു. പക്ഷെ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കമൻസ് ഒന്നും ഞാൻ കണ്ടില്ല. എന്തായാലും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മനോഹരമായിട്ടുള്ളൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഉറപ്പാണേ. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതിൽ കസേരയിലോ അല്ലെങ്കിൽ ഒരു മാറ്റിലോ നമ്മൾ വളരെ നിവർന്നിരിക്കുന്നു അല്ലേ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നിവർന്നിരിക്കുക. നട്ടെല്ലാം അങ്ങനെ നിവർത്തി ഇരിക്കാൻ ശ്രദ്ധിക്കണം. കൈകൾ മടയിൽ വിശ്രമിക്കട്ടെ. അതിനുശേഷം നമ്മൾ വളരെ സാധാരണ ശ്വാസം, വളരെ സാവകാശം സാധാരണ ശ്വാസം എടുത്ത് വിട്ടിരിക്കണം. എന്നിട്ട് നമ്മൾ മനസ്സിലൊരു നീല നിറം സങ്കല്പിക്കണം. ഈ നീല നിറം നിങ്ങളുടെ ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നണം അല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്. ഒരു 5 മിനിറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് പിറ്റത്തെ ദിവസം വേറെ ഒരു ഇഷ്ടമുള്ള നിറം, ഇങ്ങനെ നിറങ്ങൾ നമുക്ക് സങ്കല്പിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആഴത്തിൽ ശ്വസിക്കുക. ഒരു 5 മിനിറ്റ് നമ്മളിത് ചെയ്തതിന് ശേഷം ആഴത്തിൽ ശ്വസിക്കുക. പിന്നീട് പഴയതുപോലെ നിവർന്ന് ഇരുന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് ഒരു പുല്ലാങ്കുഴലിൻ്റെ ശബ്ദം കേൾക്കുന്നതായിട്ട് സങ്കല്പിക്കണം. മറ്റേതെങ്കിലും ശബ്ദം ഇടയിൽ വന്ന് പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ അതിനെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് മാറ്റി നിർത്തണം. 1 മിനിറ്റ് നേരത്തേക്ക് പുല്ലാങ്കുഴലിൻ്റെ ശബ്ദം മാത്രം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. ഇത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്തയിൽ വരേണ്ടത്. മറ്റൊരു ശബ്ദങ്ങളെയും കടന്നു വരാൻ നമ്മൾ അനുവദിക്കേണ്ടതില്ല. പുല്ലാങ്കുഴലിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സ് എങ്ങനെ ആനന്ദിച്ചിരിക്കുക അല്ലേ. നമുക്ക് വളരെ രസകരമായി നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വളരെ ആസ്വാദന തലത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മളിങ്ങനെ സങ്കല്പിച്ചിട്ടിരിക്കുക. 1 മിനിറ്റ് ഇത് സങ്കല്പിച്ചതിന് ശേഷം അടുത്ത 1 മിനിറ്റിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട വയലിൻ്റെ ശബ്ദം കേൾക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. 1 മിനിറ്റ് അതും ചെയ്യാം. ആ ശബ്ദം മാത്രമേ കാതിലും മനസ്സിലും മുഴങ്ങുന്നുള്ളൂ. പിന്നീട് ഒരു പിയാനോയുടെ ശബ്ദം ഇതുപോലെ കേൾക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് കൂടെ ധ്യാനത്തിലിരിക്കുക. ഈ ശബ്ദങ്ങളല്ലാതെ മറ്റു ശബ്ദങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. അറിയാലോ, സംഗീതം നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഉണർവുണ്ടാക്കുന്നതാണ്. വളരെ ആശ്വാസവും അല്ലെ സന്തോഷവും ഒക്കെ കിട്ടും നമുക്ക്. നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന അതേ ഫീലിനെയാണ് നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലുണ്ടാവുക. അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലേ, ഇൻസ്ട്രുമെൻറ്റിൻ്റെയൊക്കെ നമ്മൾ വേറൊരു തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അതേപോലെയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഉപകരണങ്ങളുടെ ശബ്ദം, വാദ്യോപകരണങ്ങളുടെ ശബ്ദം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അത് നൽകുന്ന ആനന്ദത്തിൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി ഇത്രയേ പറയണുള്ളൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞ നീല നിറം അതുപോലെ മറ്റു കളറുകളൊക്കെ ഒരു 5 മിനിറ്റ് സങ്കല്പിച്ചതിന് ശേഷം ഇന്ന് പിന്നെ അതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാദ്യോപകരണത്തിൻ്റെ ശബ്ദം നമ്മൾ ഇങ്ങനെ കേൾക്കുന്നതായിട്ട് സങ്കല്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവാം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് 100% ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ അതിനോട് പൂർണ്ണമായിട്ടുള്ള ആത്മാർത്ഥത കാണിച്ചാലാണ് നമ്മൾക്കതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളിലും നമ്മൾ ഐശ്വര്യം ഉണ്ടാക്കുക എന്ന് പറയില്ലേ. നമ്മളിങ്ങനെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ അതിനോട് എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് കേട്ടോ. അതുപോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. ഒരുപാട് സ്ട്രെസ്സായിട്ടാണ് നമ്മൾ മിക്ക ആളുകളുടെയും ജീവിതം കടന്നു പോകുന്നത്. മാനസികവുമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കൊണ്ട് തന്നെയാണ്.
ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മളുടെ മനസ്സിന് കുറച്ചെങ്കിലും എന്താ പറയുക, മരുന്നുകളുടെ ഒന്നും സഹായമില്ലാതെ നമ്മൾക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് കൊണ്ടു നടക്കാനും പറ്റണമെങ്കിൽ നമ്മൾക്ക് വളരെ ആഴത്തിലുള്ള ധ്യാനം നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ്. നിങ്ങൾ എത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിക്കുന്നോ അത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള അനുഭവമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. 100% ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. അപ്പോൾ നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എന്താ, ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ 100% ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന്, അതാണ് ഉദ്ദേശിക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അനുഭവം ഉണ്ടാവട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു കുഞ്ഞു മെത്തേഡും കൂടെ പറയാം. എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കെല്ലാം കൂടെ ഏതൊക്കെയാണ് അതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അത് മാറ്റാനാണ് ഞാൻ ഒരു വീഡിയോയിൽ ഒരു മെത്തേഡ് പറയാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ തരാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്